കോർണർ സോഫ വന്നിട്ടുണ്ട്. പ്ലൈൻസ് പ്ലാവിന്റെ ഒക്കെ ആ ഒരു സാധനം. അതെ, അതിനൊരു കോമ്പിനേഷൻ ആണെങ്കിലും ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഓപ്പൺ ആയിട്ടുള്ള കോട്ടയാണ്. മേളില് റൂഫിംഗ് ഉണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷ് ആണ് ഇവിടത്തേക്ക് ഡൈനിങ് ഏരിയ. ഓപ്പൺ ഡൈനിങ് ആണ്. ടോട്ടൽ 4 ബെഡ്റൂം അല്ലേ? അതെ, മേളില് 2, താഴെ രീതിയിൽ നമ്മൾ വെയിൻസ്കോട്ടിന്റെ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്ത് സെന്ററിൽ പാനൽ ചെയ്ത്. അപ്പോൾ ഇന്നും കാണാൻ പോകുന്നത് ഒരു ഇന്റീരിയർ, അതായത് വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ്. യഥാർത്ഥത്തിൽ ഞങ്ങളുള്ളത് തൃശ്ശൂർ എറണാകുളം ബോർഡറാണെന്ന് തോന്നുന്നു. നമ്മുടെ സ്പെക്ട്ര ഡെക്കോറിന്റെ പ്രോജക്റ്റാണ്. രഞ്ജിത്ത് ശില്പ ദമ്പതികളുടെ വീടാണ്. ഏകദേശം 2000-2300 സ്ക്വയർ ഫീറ്റുള്ള വീടിൽ വളരെ മിനിമലായിട്ട് ബെസ്റ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞ് ഇൻറ്റീരിയറാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ അവരുടെ പൂജ യൂണിറ്റിൻ്റെ ഫ്രണ്ടിലാണ്. കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളാണ്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടന്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആശാജി സ്റ്റാർട്ട് ചെയ്യല്ലേ? വീണ്ടും ഞങ്ങൾ തുടങ്ങുകയാണ്. ഇത് കറക്റ്റ് സ്ഥലം അന്നമനട എന്ന് പറയും. യെസ്, അന്നമനട എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ അത്താണി ജംഗ്ഷനിൽ നിന്നൊക്കെ കയറി ഇങ്ങോട്ട് വരാം. അങ്കമാലിക്ക് ഇവിടുന്ന് ഡയറക്റ്റ് പോകാം. രഞ്ജിത്ത് ശില്പ അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അത് നമുക്ക് എടുക്കാം. അപ്പോൾ ലിവിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പേ ഇത് നമ്മൾ പലപ്പോഴായിട്ട് ഇപ്പോഴത്തെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് ഇത് എത്ര രൂപയ്ക്ക് തീർന്നിട്ടുള്ളതാണ്? എനിക്കൊരു ഇൻ ബിറ്റ്വീൻ പ്രൈസ് അറിഞ്ഞാൽ മതി. ഏകദേശം ഒരു 15 to 16 ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു 15 ലക്ഷത്തിനും 16 ലക്ഷത്തിനും ഇടയ്ക്കാണ്. ഒരു ആക്യുറേറ്റ് റേറ്റ് ഞങ്ങൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഞാൻ അങ്ങനെ ചോദിച്ചതാണ്. ഇവിടെ കോർണർ സോഫ വന്നിട്ടുണ്ട്. പ്ലൈൻസ് ആണ് ഇവിടുത്തെ എല്ലാ കർട്ടൻസും കർട്ടൻസ് ഫുള്ള് പ്ലൈൻസ് ആണ് അല്ലേ? അതായത് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഓവർ പാനലിങ് അങ്ങനത്തെ ഒന്നുമില്ല. അവരുടെ ഡിമാൻഡും അങ്ങനെ തന്നെ ആയിരുന്നു. മിനിമലിസ്റ്റിക് ലെവലിലുള്ള ഒരു ഇന്റീരിയർ വേണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സാധാരണ എല്ലായിടത്തും നമ്മൾ കാണുന്ന ഡാർക്ക് ടോണിലുള്ള എന്താ പറയുക പാനൽസ് അല്ലെങ്കിൽ ആ ഒരു ലാമിനേറ്റ് ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ഇവിടുത്തെ വുഡ് പാറ്റേൺ തന്നെ കണ്ടു. വളരെ എന്താ പറയാ, ഒരു ബ്ലെൻഡിങ് ലെവലിലുള്ള ഒരു വുഡ് പാറ്റേൺ ആണ്. ഒരു ബീജും ഒരു വൈറ്റ് ഓക്ക് പോലത്തെ ഒരു ഷെയ്ഡാണ് നമ്മൾ ചൂസ് ചെയ്തത്. പ്ലാവിന്റെ ഒക്കെ ആ ഒരു സാധനം. അതെ, അതിനൊരു കോമ്പിനേഷൻ ആണെങ്കിലും ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിവിടെ പൂജ യൂണിറ്റ് ആയിട്ട് പൂജ വോൾ ആയിട്ട് വളരെ എന്ന് പറഞ്ഞാൽ അടിപൊളി നല്ല അൾട്രാ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം കൊടുത്തിരിക്കുന്ന ഒരു കൃഷ്ണ. കാരണം കെയർ വരുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ആണല്ലോ. ആ ഒരു വോള് കംപ്ലീറ്റ്ലി ഹൈലൈറ്റ് ചെയ്യാൻ ഒരു ഗ്രേ സിമെന്റ് ടെക്സ്ചറും അതിന്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു പൂജ വോളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ശ്രീരാമന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഫോട്ടോ വെച്ച് എനിക്ക് തോന്നുന്നു ലൈറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, ഒരു LED ഇതാണ്. ഗംഭീരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതില് ടെക്സ്ചർ ഭിത്തിയിൽ മുഴുവൻ വന്നിട്ടുണ്ട്. പാനലിങ് ചെയ്തിട്ടുണ്ടോ? ഫോൾ സീലിംഗ്? സീലിംഗ് ഉണ്ട്. ഇതില് നമ്മള് ജിപ്സം സീലിംഗ്, പ്രൊഫൈൽ ലൈറ്റും പ്ലെയിൻ ആണ് അല്ലേ? പ്ലെയിൻ സീലിംഗ് ചെയ്തിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ്. ഇതാണ് ലിവിങ്. നമുക്കിനി അടുത്തത് ഇവരുടെ കിച്ചണിലോട്ട് പോവാം. പറഞ്ഞതുപോലെ ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ. ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ. ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു ആർച്ച് പാനലൊക്കെ കൊടുത്ത് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചൺ. ഇതിന്റെ ഒരു പാലറ്റിംഗ് കണ്ടു. നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷ് ആണ് ഇവിടത്തേക്ക് എടുത്തേക്കുന്നത്. പിന്നെ ഇതില് എഡ്ജ് ബാൻഡ് ഒക്കെ നമ്മള് ഈ ഒരു സെയിം എഡ്ജ് ബാൻഡ് നമുക്ക് അവൈലബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊരു കോമ്പിനേഷൻ ആ ഒരു ബ്ലാക്ക് എഡ്ജ് ബാൻഡ് ഒക്കെ കൊടുത്ത് പാറ്റേണൈസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ നോർമൽ ഫാൻസി സിങ്ക് ആണ് ചെയ്തിരിക്കുന്നത്. GTPT അത് അലൂമിനിയം പ്രൊഫൈല് ഗ്ലാസ് ഷട്ടർ കൊടുത്തു. ഇൻസൈഡ് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടാണ്. ആസ് യൂഷ്വൽ ഇവിടെയും 304 ഹിഞ്ചസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ ബേസ് യൂണിറ്റ്സ് എല്ലാം തന്നെ അതുപോലെ ഹെട്ടിച്ച് ആണ്. ആക്സറീസ് എല്ലാം തന്നെ ഹെട്ടിച്ചിന്റെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽസ് എല്ലാം WPC നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ ടോൾ യൂണിറ്റ് ഇവിടെ നമ്മള് ടോൾ യൂണിറ്റിന് ആക്സറീസ് ഇല്ല, സ്റ്റോറേജ് ആക്കിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്തിട്ടല്ലേ വേണം. ഇത് എങ്ങനെ വേണേൽ ചെയ്യാം. അതനുസരിച്ച് നമുക്കിത് മാറ്റുകയും മറിക്കുകയും ഒക്കെ ചെയ്യാം. ഇവിടെ നമ്മൾ ഇതിന്റെ താഴെ തന്നെ കൊണ്ടുവന്ന് ചെയ്തിട്ടുണ്ട് നമ്മുടെ കബോർഡ് യൂണിറ്റ് അല്ലേ? അതിനൊരു ഡമ്മി ഷട്ടർ കൊടുത്തു. ഡമ്മി ഷട്ടർ ആണ്. അതെ, ശരി ശരി. ഓക്കെ. പിന്നെ താഴെ ആക്സറീസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു എന്താ പറയുക സ്റ്റോർ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് കിച്ചൺ കൂടി ഉണ്ട്. അത് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് കാണിക്കുന്നില്ല. എന്നാലും സെയിം പാറ്റേൺ ഇതേ കളർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഡൈനിങ് ഏരിയ, ഓപ്പൺ ഡൈനിങ് ആണേ. ഇതിനോട് ചേർന്നിട്ട് നമുക്കൊരു പാറ്റിയോ ഇവർ ചെയ്തിട്ടുണ്ടോ അത് നമുക്ക് കാണാം. എനിക്ക് ഇവിടെ വളരെ കുറച്ച് ആൾക്കാരാണ്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഡൈനിങ് ഏരിയ, കാരണം കൺജസ്റ്റഡ് ഫീൽ വരാതിരിക്കാൻ തന്നെ ഏതൊരു ഏരിയ നോക്കിയാലും ഇവിടെ അറിയാൻ പറ്റും. എങ്ങും കൺജസ്റ്റഡ് ഒന്നും അല്ല, എന്നാൽ ആവശ്യത്തിനുള്ള എല്ലാ സ്പേസും യൂട്ടിലൈസ് ചെയ്ത് സ്റ്റോറേജും എല്ലാം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഈ ഭിത്തി ഒരു മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വാഷിംഗ് ഏരിയ അല്ലേ, വാഷിംഗ് യൂണിറ്റ്. ഇവിടെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെച്ചാല് പാർട്ടീഷൻ വേണം, എന്നാൽ ക്ലോസ് പാർട്ടീഷൻ അല്ല. നമ്മള് 16 mm ഇതിലാണ് ഇത് CNC ചെയ്തിട്ടുള്ളത്. അതിന് ഫ്രെയിം ചെയ്തപ്പോ നല്ല സ്ട്രോങ് ആയിട്ട്. അതെ, അപ്പൊ പിന്നെ ഇത് WPC-ലാണ് ചെയ്തിട്ടുള്ള. വാഷ് കൗണ്ടർ കംപ്ലീറ്റ് ആയിട്ട് എച്ചിങ് മിററും എല്ലാം കൊടുത്തിട്ട് അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ആയിട്ടുള്ള കോട്ടയാണ്. മേളിൽ റൂഫിംഗ് ഉണ്ട്, അതിന്റെ മുകളിൽ ഗ്ലാസ് ഉണ്ട്. പക്ഷെ കാണുമ്പോൾ ഒരു ഓപ്പൺ കോർട്ട്യാർഡ് ഫീലാ വരിക. പിന്നെ ഈ ഒരു വാട്ടർഫോളിന്റെ ആ ഒരു സൗണ്ടും ഇവിടെ അവർക്ക് മീനൊക്കെ വളർത്തുന്ന ഒരു സെറ്റപ്പ് ആക്കാനുള്ള ഒരു രീതിയിലാണ് ബുദ്ധനെ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് കൂടിയ ബുദ്ധൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ഇത് വളരെ ഗംഭീരമായിട്ടായിരിക്കണം. ഇവിടെ ഒരു ലോക വേൾഡ് മാപ്പ് ഇവിടെ. ഇവിടുത്തെ TV യൂണിറ്റ് ഈ ഒരു ഫുൾ വോള് കിട്ടും. പക്ഷെ നമുക്ക് രണ്ട് ഭാഗത്തും ഡോർ ഓപ്പണിംഗ് ആയതുകൊണ്ട് രണ്ട് സൈഡിൽ നിന്ന് സ്പേസ് വിട്ട്, എന്നാൽ ആ സ്പേസ് വിട്ട് കഴിഞ്ഞാൽ വൃത്തികേടാവാത്ത രീതിയിൽ നമ്മൾ വെയിൻസ്കോട്ടിന്റെ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്ത് സെന്ററിൽ പാനൽ ചെയ്ത് അതിനെ അത്രയും നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു TV ഏരിയ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അത് മറൈൻ പ്ലസ് ലാമിനേറ്റ് തന്നെ. ഇവിടെ ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്നത് ഒരു ഡിഫറൻസ് ആണ് കേട്ടോ. മേളില് ഈ ഒരു ഏരിയയില് നമുക്ക് ആ ഒരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തു. ബാക്കിയെടുത്ത് നോർമൽ ലൈറ്റിംഗ് തന്നെയല്ലേ വന്നിരിക്കുന്നത്. എനിക്ക് അവിടെ സീലിംഗ് വന്നിട്ടില്ല. ടോട്ടൽ 4 ബെഡ്റൂം അല്ലേ? അതെ, മേളില് 2, താഴെ 2. ഇത് കിങ് സൈസ് ക്യൂൻ സൈസ് ആണ് അല്ലേ? ഇത് ക്യൂൻ സൈസ്. ഇവിടെ വെയിൻസ്കോട്ട് തന്നെ. ഇവിടെ വോളിന്റെ പെയിന്റ് ഒന്ന് മാറ്റി ചെയ്തു. വെയിൻസ്കോട്ടിന്റെ ഡിസൈൻ ബാക്ക് ബോർഡിൽ കൊടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ആ ഒരു രീതിയിലാണ്. ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി, എല്ലാ റൂംസിലേക്കും സെലക്ട് ചെയ്തേക്കുന്നത് ലാമിനേഷൻസ് ഒക്കെ തന്നെ പാസ്റ്റൽ ഷെയ്ഡ്സ്, മാറ്റ് ഫിനിഷാ. കൂടുതലും ഇപ്പൊ ആൾക്കാർ ഗ്ലോസി ലാമിനേറ്റ്സിലേക്കാണ് പോണേ, പക്ഷെ ഇവിടെ മാറ്റ് ഫിനിഷ് ആണ്. മാറ്റ് ഫിനിഷിന്റെ എല്ലാ ഒരു എന്താ പറയാ എലഗൻസിയും ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കോമൺ വുഡ് ഷെയ്ഡിന്റെ ഒരു പാലറ്റിങ്ങും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്, ഒരു ഫുൾ മിറർ ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ വാർഡ്രോബ്, 3 ഡോറിന്റെ വാർഡ്രോബും നമ്മളാണ് ചെയ്തിരിക്കുന്നത്. ഇത് 1ാമത്തെ ബെഡ്റൂം ആണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് അടുത്ത ബെഡ്റൂം. അതെ അതെ. ഇത് 2ാമത്തെ ബെഡ്റൂം അല്ലേ? എനിക്ക് തോന്നുന്നു അവൻ പാരന്റ്സിന്റെ ബെഡ്റൂം ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് എന്താ പറയുന്നത്, അവിടെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ക്യൂൺ സൈസ് ആണ് ബെഡ് കോട്ട്. അതുപോലെ തന്നെ ബെഡ് കോട്ടിന്റെ ബാക്ക് ബോളിൽ ടെക്സ്ചറും അതുപോലെ ചെറിയൊരു വെയിൻസ്കോട്ടും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് ടേബിൾ കൊടുത്തു. സിംഗിൾ സൈഡ് ടേബിൾസ് ആണ് ഇവിടെ എല്ലാം തന്നെ. 3 ഡോർ വിത്ത് ഡ്രസ്സിംഗ് ഏരിയ, ഫുൾ ലോഫ്റ്റും കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഡ്രസ്സിംഗ് ഏരിയ, മാക്സിമം സ്റ്റോറേജും എല്ലാം ചെയ്തെടുത്തേക്കുന്ന രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. മേളിൽ 2 ബെഡ്റൂം അല്ലേ ഉള്ള? അതെ അതെ അതെ. മേളിൽ 2 ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പർ ലിവിംഗിന് പ്രത്യേകിച്ചില്ല, ജസ്റ്റ് ഒരു സിറ്റിംഗ് കൗച്ചും പിന്നെ ഒരു സ്റ്റോറേജ് പോലെ മാത്രമേ ഇരുന്നൊന്ന് വായിക്കാനുള്ള ഒരു സ്പേസ് അത്ര തന്നെ കൊടുത്തിട്ടുള്ളൂ. ഇതാന്ന് തോന്നുന്നു ഇവരുടെ മാസ്റ്റർ ബെഡ്റൂം. ഇതാണോ? ഇല്ല, അതാണ് മാസ്റ്റർ ബെഡ്. അപ്പറയാണല്ലേ? ഇത് 4ാമത്തെ ബെഡ്. 3ാമത്തെ ബെഡിലോട്ട് നമ്മൾ കടന്നിട്ടില്ല. നമ്മൾ 4ാമത്തെ ബെഡിലോട്ട് ഡയറക്റ്റ് വന്നിരിക്കുന്നു. ഒന്നുമില്ല, ഇത് കിങ് സൈസ് ആണ്. ഇത് പക്ഷേ റെഗുലർ യൂസ് ചെയ്യുന്ന ബെഡ് തന്നെയാണല്ലോ അല്ലേ? കിങ് സൈസ് ബെഡ്. ഇത് തന്നെ അപ്പോൾസറി ചെയ്തിരിക്കുകയാണ്. അതെ അതെ. ഹെഡ് ബോർഡ് ഒക്കെ അപ്പോൾസറി ചെയ്തു. 2 സൈഡ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴത്താണ് ഓരോ സൈഡ് ടേബിൾസ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതില് നമുക്ക് വാർഡ്രോബ്സിന്റെ ഈ 3 ഡോർ ഷട്ടർ തന്നെ വന്നേക്കുന്നത്. അതിന് പക്ഷെ ഉള്ളിലൊരു ഡിസൈനും കൂടി വന്നിട്ടുണ്ട്. അകത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അകത്തല്ല, ഈ ഒരു ഇതിനോട് ചേർന്നിട്ടൊരു ഡിസൈൻ ചെയ്തിരിക്കുന്നു. പിന്നെ ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ ഒരു ഫുൾ മിററും ഒരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. അപ്പോ ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് ഒരു വൈറ്റ് ബ്രൗൺ കോമ്പിനേഷൻ ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? ഇതെല്ലാം തന്നെ മാറ്റ് ഫിനിഷ് ആണ്, എല്ലാം മാറ്റാണ്. അപ്പൊ ഇത് 3ാമത്തെ ബെഡ്റൂമാണ്. നമ്മുടെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് കയറി 3ാമത്തെ ബെഡ്റൂം. ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു ക്യൂൻ സൈസ് ഉള്ളൂ അല്ലേ? ക്യൂൻ സൈസ്. 2 സൈഡിലും ജനാലകൾ, അവിടെ ബ്ലൈൻഡ്സ്. റൂമിന്റെ ഓറിയന്റേഷൻ ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. സ്പേസും കാര്യങ്ങളും ഒക്കെ അവിടെ പഠിക്കാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഇവിടെയും ഈ നമ്മുടെ കോമൺ വുഡ് ഷെയ്ഡ് വിത്ത് ഒരു ഡാർക്ക് മാറ്റ് ഫിനിഷിന്റെ ഒരു കോമ്പിനേഷൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേറ്റ് ഉണ്ട്.
യെസ്. അതുപോലെ തന്നെ ആ ഡ്രസ്സിംഗ് ഏരിയയിൽ ഒരു ലോങ് മിററും ഒരു സ്റ്റോറേജ് സ്പേസ് 2 ഡ്രോവർ ഉള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ചേർത്താണ് കൊടുത്തിരിക്കുന്നത്. അതെ. പറഞ്ഞതുപോലെ 15 ലക്ഷത്തിനും 16 ലക്ഷത്തിനും അടക്കി വന്നിരിക്കുന്നതാണ് ഈ പ്രൊജക്റ്റ്. ഇപ്പോൾ ഇതുപോലെ ചെയ്യുന്നതിന് ചിലപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകും. കാര്യം എന്താണെന്ന് വെച്ചാൽ ബഡ്ജറ്റൊക്കെ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കസ്റ്റമർ താഴെ വെയിറ്റിംഗ് ആണ്. തീർച്ചയായും നമുക്ക് അവരോട് ചോദിക്കാം ബാക്കി അവരുടെ ഫീഡ്ബാക്ക് എന്തെന്ന്. അവർ പറയട്ടെ. അപ്പോൾ ഞങ്ങൾ എൻ്റെ വീഡിയോയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അതിഥിയെ പരിചയപ്പെടുത്താണ്. ആളുടെ പേരെങ്ങനെയാണ്? കേദാർ. അതായത് രഞ്ജിത് ജി, ശില്പ, കേദാർ. ഒരാളൂടെ ഉണ്ട്, ദക്ഷിത്. വെറൈറ്റി പേരുകളാണോ എല്ലാവരും. ഓക്കെ. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ആളെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 6 മാസം അല്ലേ? 6 മാസം പ്രായമുള്ള ആളാണ് നമ്മുടെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. രഞ്ജിത് ജി, ശില്പാജി, ഒരു വീട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു വീട് ചെയ്ത സമയത്ത്? ഉണ്ടായിരുന്നല്ലേ? അവിടുന്ന് വരുന്നതിനേക്കാൾ ഉത്തരം ഇവിടുന്ന് വന്നു. ഓക്കെ. ആക്ച്വലി ആളാണ് നമുക്ക് സജസ്റ്റ് ചെയ്തത് ഫസ്റ്റ് വീട് പണിയണം എന്നുള്ളത്. നമുക്ക് അങ്ങനെ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അതല്ലേ എഞ്ചിൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുന്നത് എപ്പോഴും നമ്മുടെ പാർട്ട്ണർ ആണെന്നാണ് പറയുന്നത്. എല്ലാവരുടെ കാര്യത്തിൽ ഏറെക്കുറാക്കി തന്നെ. ശരി. നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇന്റീരിയർ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ വരും. ഇപ്പം ഇതിനകത്ത് പ്രധാനപ്പെട്ട സാധനം ഓപ്പൺ കിച്ചൺ പൊതുവെ സ്ത്രീകൾക്ക് അത്ര വർക്കാവുന്ന ഒന്നല്ല. നിങ്ങൾക്ക് അങ്ങനെ വളരെ ഫ്രീ ആയിട്ട് അത് മതിയെന്ന് ചിന്തിക്കാൻ കഴിയും. അല്ല, അപ്പൊ പിന്നെ അങ്ങനെ ഒരു പ്രശ്നം വരില്ല തോന്നുന്നു. എന്നാലും അത് വർക്കായി. തീർച്ചയായും. ഇവിടെ വീടിന്റെ കളറേ എന്നെ കൂടുതലും നമ്മുടെ സാധാരണ ചെല്ലുമ്പോഴത്തേക്കും ഈ തേക്ക് കളറിനോട് നമുക്ക് പൊതുവെ ഒരു പ്രിയമാണ്. തേക്കിനോടും തേക്കിന്റെ കളറിനോടും. പക്ഷെ ഇവിടെ ലൈറ്റ് കളേഴ്സ് ആണ് മുഴുവൻ ഡീൽ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു കളർ സെലക്ട് ചെയ്യാനായിട്ടുള്ള റീസൺ? അത് നമുക്ക് അതാണ് ഇഷ്ടം. ലൈറ്റ് കളറുകളും അങ്ങനെയല്ല. ഇന്റീരിയർ വരുമ്പോ എക്സ്റ്റീരിയർ നിങ്ങളുടെ ഡോറുകളും ഒക്കെ ഡാർക്ക് തീം കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇന്റീരിയറിലോട്ട് വന്നപ്പോ നിങ്ങളൊരു കംപ്ലീറ്റ് ലൈറ്റ് തീം കാണുമ്പോ തന്നെ അല്ലെങ്കിൽ ഒരു നമുക്ക് എപ്പോഴും ഒരു വെളിച്ചം. ഞങ്ങളുടെ പഴയ വീട് ഞങ്ങള് അത് പൊളിച്ച് പണിയാൻ തന്നെ കാരണം ഇതാണ് മെയിൻ ഇഷ്യൂ. വെളിച്ചം ഇല്ലായില്ല. ലൈറ്റിനിങ് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ഓ ശരി ശരി. അതുകൊണ്ട് നല്ല വെളിച്ചം കൊടുക്കുന്ന വിധത്തിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ ബ്രൈറ്റ് ആവും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ്? ഫസ്റ്റ് പക്കയായിട്ടുള്ള പ്ലാനിങ് വേണം. ഓ ശരി. അതായത് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തില് ഇന്റീരിയർ വരെ നമ്മൾ ഫസ്റ്റ് അത് ആ ടീമിനെ നമ്മൾ ഏൽപ്പിക്കണം. അവിടെ നിന്നേ തുടങ്ങണം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ഒരു കൺഫ്യൂഷൻ ആക്കും എല്ലാം കൂടി. അത് എല്ലാവരും അതിപ്പോ ഇനി കൺസ്ട്രക്ഷൻ വർക്ക് സ്ട്രക്ചർ വർക്ക് ചെയ്യുന്ന ടീമും ഇന്റീരിയറും രണ്ടാളും ഒരേ സമയം നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് അതിൽ നിന്ന് വർക്ക് കൊടുക്കണം. ജോയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റണം. ഫസ്റ്റ് ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം. എന്നാൽ ഇത് ക്ലിയർ ആവുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹാപ്പിയാണ്. എപ്പോഴും എന്താ പറയുക, ഒരു കസ്റ്റമറോട് ആത്യന്തികമായിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൂ, ഹാപ്പിയാണോ എന്നാണ്. അതിന് മുൻപേ നമ്മൾ അവരെ എന്താ പറയുന്നത് ഒന്ന് ഐസ് വെക്കുന്നതാണ് ബാക്കിയുള്ള എന്താ പറയുന്നത്. എന്തായാലും വളരെ സന്തോഷം ഈ ഒരു അവസരത്തിൽ നിങ്ങളെ കാണാൻ സാധിച്ചതിൽ. എപ്പോഴും വീട് എന്ന് പറയുന്നത് ചെറുതോ വലുതോ ഒന്നും വീടിനില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൾക്കാരുടെ ഡ്രീമാണ് അത്. എത്ര വലുതോ ചെറുതോ ആണേലും അവൻ ഡ്രീം സാക്ഷാത്കരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ എന്തായാലും വളരെ സന്തോഷം രണ്ടുപേരെയും കാണാൻ സാധിച്ചത്. കൂടാതെ ഇവനെ കാണാൻ സാധിച്ചത്. അത് വന്നപ്പോഴേ എനിക്ക് ചിരിച്ചു കാണിച്ചു. ഫസ്റ്റ് തന്നെ നോക്കിയപ്പോഴേ ചിരിക്കുമായിരുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ആശാജി, ഇനി എല്ലാം ക്ലേശാണ്, എന്നാലും ചോദിക്കാതിരിക്കാൻ തരവില്ലാത്ത കാര്യം. കാണുന്ന ഒരാളെങ്കിലും സെപ്പറേറ്റ് പുതിയ ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൺവിൻസ് ചെയ്യാൻ അല്ലെ അവർക്ക് കൺവേ ചെയ്യാൻ ഇതേ ഉള്ളൊരു മാർഗം. കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തിൽ എവിടെയൊക്കെ ചെയ്യും? ഇനി അങ്ങനെ ചോദിക്കാം. കേരളത്തിൽ എല്ലായിടത്തും, ഇന്ത്യയിൽ എല്ലായിടത്തും. ഇനി ഇന്ത്യക്ക് പുറത്ത് വേണോ അതും നമ്മൾ റെഡിയാണ്. ഈസി ആയിട്ട് ചെയ്യും. സോ പിന്നെ മാത്രമല്ല ഫാക്ടറി ഞാൻ പറഞ്ഞു മുണ്ടൂരാണ് ഫാക്ടറി ഉള്ളത്. തൃശ്ശൂർ, മുണ്ടൂർ. ഈ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത്, പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, കോട്ടയത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, തിരുവനന്തപുരത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എവിടെ വേണേൽ വന്ന് ചെയ്യും. പ്രാദേശികമായിട്ട് ചെയ്യുന്ന ആൾക്കാരല്ല ഒരു ഇന്റീരിയർ ഫേമും അങ്ങനെയല്ല. ഇവർ പ്രത്യേകിച്ച് ഫാക്ടറിയിൽ വന്ന് നിങ്ങൾ നമ്മളുടെ എങ്ങനെയാണ് അജയ് ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെ ഒരു ഡൗട്ട്, എങ്ങനെയാണ് നിങ്ങൾ തൃശ്ശൂരിൽ കാസർഗോഡ് അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഹാൻഡിൽ ചെയ്യുക എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കി എല്ലാ വർക്കുകളും നടക്കുന്നത് ഫാക്ടറിയിലാണ്. ഒരു 90% വർക്കും നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എൻ്റയർ ടീമാണ്
മൂവ് ചെയ്യുന്നത്. പ്രൊജക്ട് മാനേജർ ഉണ്ടാവും, സൂപ്പർവൈസർ ഉണ്ടാവും, നമ്മുടെ വർക്കേഴ്സ് ഉണ്ടാവും. ഈ ഒരു ടീം നേരെ സൈറ്റിലേക്ക് എത്തുന്നു, അവർ നമ്മളുടെ ആസ് പെർ പ്ലാൻ പ്രകാരം അവിടെ എക്സിക്യൂഷൻ ചെയ്ത് തിരിച്ചു പോരുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ സർവീസിന്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ചോദിക്കും. നമുക്ക് ഓൾ കേരള എല്ലായിടത്തും വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് വിളിച്ച് ചിലപ്പോൾ ഇന്ന് തന്നെ നമുക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് അതാത് സൈറ്റുകൾ എല്ലാ സ്ഥലത്തും ഉള്ളത് കൊണ്ട് വിത്തിൻ വീക്കിനുള്ളിൽ നമ്മൾ അവരുടെ അടുത്ത് എത്തി എന്താണോ കാര്യങ്ങൾ എന്നുള്ള കാര്യം ക്ലിയർ ചെയ്യും. അതല്ല എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ 48 hours നമ്മളത് അറ്റൻഡ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതിന് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടെ ഡിസൈൻ ചെയ്ത് കൃത്യമായിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, അത് ബോധ്യപ്പെട്ടിട്ടാണ് നിങ്ങൾ പ്രൊജക്റ്റ് കൊടുക്കുന്നത്. സോ അതിനായിട്ട് നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചോളുക അല്ലേ? യെസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും വണക്കം. നമുക്ക് പിരിയാം. യെസ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ